ഈ CPIM നേതാക്കന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്ത് കാത്തു നിൽക്കുന്നത്. ഏത് സമയവും ഈ CPIMൻ്റെ നേതാക്കന്മാർ ഈ ശിക്ഷ മരവിപ്പിച്ചതിനെ തുടർന്ന് കോടതി ജാമ്യം അനുവദിച്ച CPIMൻ്റെ നേതാക്കന്മാർ കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തേക്ക് വരും. കോടതിയുടെ രേഖകളെല്ലാം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ജയിലിനകത്തുള്ള നടപടിക്രമങ്ങളും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഈ CPIMൻ്റെ നേതാക്കന്മാർ കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തേക്ക് വരും. CPIMൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവരെ സ്വീകരിക്കുന്നതിനായി കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ CPIMൻ്റെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നുള്ള നിലപാട് തന്നെയായിരുന്നു CPIM തുടക്കം മുതൽക്ക് തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് രണ്ടാം പ്രതിയെ ഈ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റമാണ്. അത് ചുമത്തിക്കൊണ്ടാണ് ഈ CBI ഇവരെ പ്രതി ചേർക്കുകയും പിന്നീട് CBI കോടതി 5 വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഇതിനെതിരെ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ള അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരു ശിക്ഷ മരവിപ്പിക്കുന്ന നടപടി ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIMൻ്റെ നേതാക്കന്മാർ കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഇവരെ ജയിലിൽ പ്രവേശിക്കുന്നതിനായി ജയിലിലേക്ക് എത്തിയ സമയത്തും CPIMൻ്റെ നേതാക്കന്മാർ ഈ ഘട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചേർന്നിരുന്നു. അന്ന് ഈ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ള പ്രചരണം എന്ന് പറയുന്നത് കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ കാണുന്നതിനായി നേതാക്കന്മാരെ എത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ എല്ലാം കൊടുത്തിരുന്നു. അന്നും പ്രതികരിച്ചിട്ടുള്ള CPIMൻ്റെ നേതാക്കന്മാർ വ്യക്തമാക്കിയ കാര്യം അത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ്. കാരണം CPIMൻ്റെ നേതാക്കന്മാർ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. അത് രാഷ്ട്രീയ പ്രേരിതമായ CBI കള്ളക്കേസിൽ കുടുക്കിയതാണ് നേതാക്കന്മാരെ എന്നുള്ള നിലപാട് തന്നെയാണ് CPIM നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി ഇവരുടെ ശിക്ഷ മരവിപ്പിച്ച് CPIMൻ്റെ നേതാക്കന്മാർ ജയിലിന് പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെയും ഇവരെ സ്വീകരിക്കുന്നതിനായി ഏതായാലും ഇപ്പോൾ ശിക്ഷ മരവിപ്പിച്ചതിനെ തുടർന്ന്, ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് CPIMൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവരെ സ്വീകരിക്കുന്നത് CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗങ്ങളായ KP സതീഷ് ചന്ദ്രൻ, P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഇവരെ സ്വീകരിക്കുകയാണ്. ജയിലിന് പുറത്ത്, കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്ത് ഇവരെ സ്വീകരിക്കുകയാണ്.